ചെയ്തിറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണുകയായിരുന്നു തിരുസഭയെപ്പറ്റി പഠിക്കുകയും ആ പഠനത്തിലൂടെ സഭയെ സ്നേഹിക്കുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ആനന്ദം, അതിൻ്റെ ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ തിരുസഭയെക്കുറിച്ച് നമ്മൾ എന്തിനു പഠിക്കണമെന്ന് നമ്മൾ കണ്ടു. പിന്നീട് പഴയ നിയമത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. ദൈവം ഇന്ന് നമ്മൾ സഭയിൽ അനുഷ്ഠിക്കുന്ന പല കൂദാശകളും, ബലിയും പൗരോഹിത്യവും നിയമങ്ങളും തെരഞ്ഞെടുപ്പും അതെല്ലാം നമ്മളൊരു സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പഴയ നിയമത്തിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരികയും പുതിയ നിയമത്തിൽ സഭയുടെ ഉത്ഭവവും മുമ്പോട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് മനോജേട്ടനെയും സോണിയ ചേച്ചിയെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് മലാക്കി പ്രവചനത്തോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചു. തുടർന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് ക്രിസ്തു ദൈവമായിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക് അവതരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങിയിരുന്ന രക്ഷ അല്ലെങ്കിൽ നിയമങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള അനുഭവം, ദൈവാനുഭവം, ഇതെല്ലാം സാർവത്രികമാകാനായിട്ട് പോകുന്നത് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതോടെ ഇത് സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ ഒരു സദ്വാർത്തയായിട്ട് മാറുകയാണ്. ആ യാത്രയിലൂടെ, പുതിയ നിയമത്തിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ, കർത്താവിൻ്റെ ജീവിതത്തിലൂടെ, പീഡാസനങ്ങളിലൂടെ, അതിലൂടെ നമ്മൾ സഭയെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ മനോജേട്ടാ, നമ്മൾ ഇന്ന് എവിടെയാണ് തുടങ്ങാനായിട്ട് പോകുന്നത്? അനീഷേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു, മലാക്കി പ്രവചനം എല്ലാം കണ്ടു. അതിനുശേഷം 400 വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ കന്യാമറിയം ഗബ്രിയേൽ ദൂതനോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് കൂടി ആ ഒരു രക്ഷാകര കർമ്മത്തിന് പുതിയ തുടക്കം കുറിക്കുകയാണ്. ക്രിസ്തു അവിടെ മനുഷ്യപുത്രനായിട്ട് അവിടെ അവതരിക്കുകയാണ്. മറിയത്തിൻ്റെ യേസിലൂടെ അവിടെയാണ്. ആ യേസിലൂടെ ഇന്ന് നമുക്ക് പലർക്കും സാധിക്കാതെ പോകുന്നതും ആ കാര്യമാണ്. ആ യേസ് പറച്ചിൽ നമ്മൾ വളരെ ലാഘവത്തോടാണ് നമ്മൾ പലപ്പോഴും വിളി കേൾക്കുന്നുണ്ട്. പക്ഷെ ആ വിളിക്ക് നമ്മൾ യേസ് കൊടുക്കുന്നുണ്ടോ? പക്ഷെ അവിടെ പരിശുദ്ധ കന്യാമറിയം യേസ് പറയുന്നതോടുകൂടി ആ രക്ഷ, ഇത്രയും വലിയൊരു സാർവത്രിക രക്ഷ, പഴയ കാലങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ വരുമ്പം ക്രിസ്തു സാർവത്രിക രക്ഷ പ്രദാനം ചെയ്തുകൊണ്ടാണ് ക്രിസ്തു ഇവിടെ മനുഷ്യപുത്രനായിട്ട് അവതരിക്കുന്നത്. എനിക്ക് 400 വർഷക്കാലം ഒരു യാതൊരുവിധ പ്രവചനങ്ങളോ, അല്ലെ 400 വർഷം പ്രവചനങ്ങളോ യാതൊരുവിധ അറിവ് ഒന്നും, ദൈവത്തിൻ്റെ ഒരു വലിയൊരു നീണ്ട മൗനം എന്ന് വേണമെങ്കിൽ പറയാം. മൗനത്തിന് ശേഷം ഗബ്രിയേൽ ദൂതൻ ദൈവത്തിൻ്റെ സ്വരവുമായിട്ട് മാതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. പിന്നീട് തുടർന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മലാക്കി പ്രവചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുമെന്ന് പറഞ്ഞതാണ് ശരിക്കും സ്നാപക യോഹന്നാനിലൂടെ വരുന്നത്, അല്ലേ? അതെ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരം അവിടെ നമ്മൾ കർത്താവിന് വഴിയൊരുക്കില്ല എന്ന് പറഞ്ഞ് സ്നാപക യോഹന്നാൻ വരികയാണ് കർത്താവ് യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട്. പിന്നീട് നമുക്കറിയാം, അധികം നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് അവിടെ 12 ശിഷ്യന്മാരെ അവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഈ 12 ഗോത്രങ്ങളെ നമ്മൾ പഴയ നിയമത്തിൽ കണ്ടു, 12 ഗോത്രങ്ങളെ കണ്ടു. ആ 12 ഗോത്രങ്ങളുടെ പിന്തുടർച്ചയായിട്ട് 12 ശിഷ്യന്മാരെ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുകയാണ്. അവരുടെ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നത് ലോകമെങ്കും പോയി സുവിശേഷം, സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, മാനസാന്തരപ്പെടുത്തുക. ഈ 12 തിരഞ്ഞെടുപ്പിലൂടെ 12 പേർ തിരഞ്ഞെടുപ്പിലൂടെ ഇവിടെ സാർവത്രിക രക്ഷ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകമെങ്ങും പടർന്നു പന്തച്ചിരുന്ന കത്തോലിക്ക സഭ ആ 12 ശിഷ്യന്മാർ അപ്പസ്തോലന്മാരെ കൂടെ തുടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പിന് അത്രയേറെ പ്രാധാന്യം. തീർച്ചയായിട്ടും ഒരു അനേകരിൽ നിന്നാണ് വീണ്ടും ഈശോയുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, അവരിൽ നിന്നാണ് വീണ്ടും ഒരു 12 പേരെ വീണ്ടും എക്സ്ക്ലൂസീവ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. ശിഷ്യന്മാർ അനേകരുണ്ടായിരുന്നു, പക്ഷെ ഈ 12 പേരെ മാത്രമാണ് ഈശോ അപ്പോസ്തലന്മാരായിട്ട് തെരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുവാനായിട്ട് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല, അവർക്ക് സാർവത്രിക രക്ഷയ്ക്ക് കൊടുക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യാക്കോബിൻ്റെ 12 മക്കളുടെ, അത് 12 ഗോത്രങ്ങളുടെ തുടർച്ച തന്നെയാണ് ഈ 12 അപ്പോസ്തലന്മാരും എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ക്രിസ്തു ആ മോശയുടെ സർവ്വ നിയമങ്ങളെയും സംഗ്രഹിച്ചുകൊണ്ട്, 10 പ്രമാണയും സംഗ്രഹിച്ചുകൊണ്ട്
2 നിയമങ്ങളും കൂടെ അവിടെ 2 കൽപ്പനയോട് കൊടുക്കുകയാണ്. ഒന്ന്, പിതാവായ ദൈവത്തെ പൂർണ്ണതയോടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം ഇവിടെ ആ സുവിശേഷത്തിൻ്റെ ഒരു സവിശേഷത കാണുന്നത്, ക്രിസ്തു പറയാണ്, കരയുന്നവനോട് പറയുക നീ സ്വർഗരാജ്യം നിനക്ക് കിട്ടും, ദരിദ്രനോട് പറയുകയാണ് നിനക്ക് സ്വർഗരാജ്യമുണ്ട്, വിലപിക്കുന്നവനോട് പറയുകയാണ് നീ സന്തോഷിപ്പിക്കും. അപ്പം എല്ലാം വിലപിക്കുന്നവനോടും സങ്കടപ്പെടുന്നവനോടും അല്ലെങ്കിൽ കാരാഗ്രഹത്തിലായിരിക്കുന്നവനോടും അവിടെ എന്നും ഒരു സദ്വാർത്തയാണ് ക്രിസ്തു പ്രഘോഷിക്കുന്നത്. അന്ന് വരെ കണ്ടുകൊണ്ടിരുന്ന ഒരു രക്ഷയും ഒരു സന്തോഷവും ഒരു അതിൽ നിന്ന് മാറ്റി നിർത്തി സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പുതിയ 2 പ്രമാണങ്ങൾ നൽകിക്കൊണ്ട് യേശുക്രിസ്തു വരുവാണ്. നിയമത്തിന്റെ ഒരു ഇതിനപ്പുറത്ത് നിന്നിട്ട് വളരെ സ്നേഹത്തിന്റെ കരുണയുടെ വലിയ വാതായനങ്ങൾ ശരിക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും തുറന്നിടുന്ന ഒരു അല്ലേ, അതാണ് അവിടെ ശരിക്കും നമ്മളവിടെ കാണുന്നത്. അതെ, അതുപോലെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയട്ടും ഈ 12 പേരിൽ തന്നെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഈശോ അവിടെ നടത്തുന്നുണ്ട്. പത്രോസ്ലിയെ വിളിച്ചിട്ട് പ്രത്യേകമായിട്ട് പത്രോസിലേക്ക് വേറൊരു തെരഞ്ഞെടുപ്പ് കൊടുക്കുന്നത്. ഈശോ അവിടെ പറയുന്നത്, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെ പ്രബലപ്പെടുകയില്ല. മത്തായി 16:18 ഈശോ ഇങ്ങനെ പത്രോസിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ലെന്ന് ഇവിടെ പറയുമ്പം പറഞ്ഞതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. കാരണം കുരിശിൻ്റെ മുന്നിലാണ് അവിടെ സാത്താൻ കുരിശിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. പക്ഷേ ഇന്ന് സാത്താൻ നോട്ടമിടുന്നത് ഈ സഭയുടെ മക്കളിലൂടെയാണ്. ക്രിസ്തു സ്ഥാപിച്ച, ക്രിസ്തു കുരിശിൽ വിജയം വരിച്ച് സഭ സ്ഥാപിച്ചു. ആ ക്രിസ്തു ആ സഭയായിട്ട് തുടരുകയാണ്. അപ്പം ആ കുരിശിൻ്റെ മുന്നിൽ പരാജയപ്പെട്ട ആ സാത്താൻ ഇന്ന് ഈ സഭയെ നോട്ടമിടാണ്. സഭയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരിലേക്കും, സഭാമക്കളായ സഭ ഓരോരുത്തരിലേക്കും അവരുടെ പരാജയം, അവരുടെ ദയനീയാവസ്ഥയിലേക്കാണ് സാത്താൻ നോട്ടമിടുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ്, നിൻ്റെ മേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പോൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സർവ്വ അധികാരവും പത്രോസിനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ ആ എന്താ പറയുന്നത്, നമ്മൾ ആ അധികാരത്തിന്റെ താക്കോൽ അവിടെ കൊടുക്കുകയാണ്. അതെ, സഭയ്ക്ക് തരുന്ന അധികാരം ശരിക്കും സ്വർഗത്തിന്റെ താക്കോൽ എന്നാണ് പറയുന്നത് അല്ലേ. അതെ, പത്രോസിനെ നമുക്ക് പത്രോസിന്റെ തുടർച്ചയാണ് മാർപ്പാപ്പമാര് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു പ്രാധാന്യം ഇന്നും അതേ പ്രാധാന്യത്തോടെ അത് നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. പത്രോസിനോട് പറയുന്നത്, കിട്ടുന്നതെല്ലാം കെട്ടപ്പെടും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും. അതെ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈശോയുടെ ബലി, കുരിശിലെ ബലിയിലൂടെ ശരിക്കും സഭയിലേക്ക് പുതിയൊരു ബലി കടന്നു വരികയും, അപ്പം നമ്മൾ പൗലോസ്ലീഹ തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. നമ്മൾ ഓരോരുത്തരും അതിലെ ആ ശരീരത്തിലെ അവയവങ്ങളാണ് അല്ലേ. അതെ, അവയവങ്ങളാണ്. അപ്പൊ അവയവങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരവയവത്തിനും പ്രവർത്തിക്കാതിരിക്കാനാവുകയില്ല. അവയവം എന്തെങ്കിലും പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിനെ മുഴുവനും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരീരത്തിലെ അവയവങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രിവിലേജിനപ്പുറത്ത് അതിനകത്ത് വലിയൊരു കടമ, അതായത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ ചെയ്യുക എന്നുള്ളൊരു കടമ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ അവയവങ്ങൾ വേദനിപ്പിക്കുന്നത്, ഒരവയവം ശരീരത്തെ വേദനിപ്പിക്കുന്നു, അവയവം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാറുമ്പോൾ ശരിക്കും ശിരസിന് വേദനിക്കുന്നത്. അത് ഈശോയ്ക്ക് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പാപങ്ങളുടെയും സഭയ്ക്കെതിരെയുള്ള വിമർശനങ്ങളുടെയൊക്കെ വേദന ഈശോയ്ക്ക് തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അല്ലെ, ഈശോ ആ വേദന ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ അല്ലേ. അത് ശരിക്കും ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. അനീഷ് പറഞ്ഞ പോലെ സഭ, ക്രിസ്തു എന്ന് പറയുന്ന സഭയുടെ ശിരസ്സാണ്. അപ്പം സഭ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളാണ്. അത് ക്രിസ്തു എന്ത് പഠിപ്പിച്ചു, എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു, അതാണ് ഇന്ന് സഭയിൽ കൂടെ നമ്മൾ കേൾക്കുന്നത്, സഭ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് സഭ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ സഭയോട് ചേർന്ന് നിൽക്കുക, സഭ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. അപ്പം നമ്മളവിടെ ഇപ്പം അനീഷ് കുറച്ച് മുന്നേ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും അതിൽ അവയവങ്ങളാണ്. അപ്പം നമ്മൾ വീട്ടിലെ കൊച്ചു മക്കൾ തൊട്ട് പരിശുദ്ധ പിതാവ് വരെ ഈ സഭയിലെ അംഗങ്ങളാണ്. നമ്മൾ അതിൽ ഓരോരുത്തരും ഓരോ അംഗങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്. ഞാൻ എന്തു ചെയ്യുന്നു എന്നല്ല, ഞാൻ ഇന്ന് ഒരു പ്രഘോഷണമേലെ ഇറങ്ങിയാലും വേറൊരാൾ അത് വേറെ ഏതെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്താലും അതിനെല്ലാം ഒരേ ഫലം തന്നെയാണ്. കാരണം നമ്മളെല്ലാം പല അവയവങ്ങളാണ്. ക്രിസ്തു ശിരസ്സായ ഈ വലിയ ശരീരത്തിലെ ഓരോ ചെറിയ അവയവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ട് ഈ ഭൂമിയിൽ. അപ്പം നമ്മളത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തോടെ ചെയ്യുക, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പം ഈശോ തന്നെയാണ് സഭയായിട്ട് തുടരുന്നത്.
അപ്പം നമ്മൾ പറയുന്ന പോലെ അവയവങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അറിയാം, നമ്മളെ അൽമായരെന്നാണ് പറയുന്നത് അല്ലേ, നമ്മൾ സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ ലേ പീപ്പിൾ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. ഈ ലേ എന്ന വാക്ക് തന്നെ വന്നത് ലാവോസ് എന്ന വാക്കിൽ നിന്നാണ്. ആ ലാവോസ് എന്ന വാക്കിൻ്റെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ലാവോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് സഭയിലുള്ളത് തന്നെ. നമ്മൾ പറഞ്ഞതുപോലെ അവയവങ്ങളാണ് നമ്മൾ ആ ശരീരത്തിൻ്റെ. അവയവം പ്രവർത്തിച്ചില്ലെങ്കിൽ ശരീരത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അത്രത്തോളം ഇമ്പോർട്ടൻസ് നമുക്കും സഭയിൽ കൊടുക്കാനുണ്ട്. നമ്മുടെ കോൺട്രിബ്യൂഷൻസ് അത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അത് സഭയിലെ അംഗങ്ങൾ ഞാനാണ്, എനിക്കതിന് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് സഭയോടൊത്ത് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെ കുറച്ച് വ്യക്തികൾക്ക് മാത്രം കൊടുത്ത ഒരു പ്രഘോഷണമോ ഒരു ദൗത്യവും അല്ല സഭയിലുള്ള. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ദൗത്യമുണ്ട്. ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കുക എന്നാണ് നമ്മുടെ ദൗത്യം. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലാണ് ശരിക്കും സഭയുടെ ഒരു ഒരു ആധികാരികത അല്ലെങ്കിൽ സഭ എന്താണെന്നുള്ള നല്ല രീതിയിൽ പൗലോസ്ലീഹ ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട് അല്ലേ. കാരണം ഏകദേശം 64 തവണ അവിടെ ദാസന്മാരുടെ സമൂഹം, വിശ്വാസികളുടെ സമൂഹം എന്നൊക്കെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. കാരണം പൗലോസ്ലീഹ അന്ന് അവിടെ സഭയെ പീഡിപ്പിച്ചപ്പോൾ ക്രിസ്തു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നു എന്ന് അവിടെ ചോദിച്ചത്. അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഓരോരുത്തരും ഈ സഭയെ നിന്നുകൊണ്ട് സഭയെ കുറ്റം പറയുമ്പോൾ, സഭയ്ക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിൻ്റെ നേരെയാണ്. കാരണം അന്ന് ഈ പൗലോസിനെ സുഖപ്പെടുത്തണമെങ്കിൽ ക്രിസ്തുവിനെ ഡയറക്റ്റ് അവിടെ സുഖപ്പെടുത്തായിരുന്നു. പക്ഷെ അവിടെ പറഞ്ഞത് അനന്യാസിൻ്റെ അടുത്ത് പോയി, സഭയുടെ അധ്യക്ഷനായ അനന്യാസിൻ്റെ അടുത്ത് പോയി നിനക്ക് സുഖമാവും എന്നാണ് അവിടെ പറഞ്ഞത്. സഭയുടെ അധികാരം നയിക്കുകയാണ്. അനന്യാസ് ആ കാലത്തെ അവിടുത്തെ സഭാധികാരിയായിരുന്നു. അപ്പൊ അധികാരത്തിന് കീഴ്പ്പെട്ടാണ് പൗലോസ്ലീഹ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എത്രയധികം സഭയെ പറ്റി പറയുന്നത്. കാരണം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്. 62 തവണ പറഞ്ഞെന്ന് പറഞ്ഞ് വെറുതെ പറയുന്ന ആ അനുഭവത്തിലൂടെ കടന്നുപോയ സഭയുടെ ആധികാരികത കണ്ടുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ എത്രയേറെ സഭയെ പറ്റി സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പുതിയ നിയമത്തില് സഭയുടെ കടന്നുവരും പെന്തക്കോസ്തായിലൂടെ ശരിക്കും ഈശോയുടെ മരണശേഷം ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ് ഈ സാർവത്രിക സഭയുടെ രക്ഷ ശരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ. പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. അവർ സിഹേൻ ഊട്ടിശാലയുടെ പുറത്തേക്ക് ഇറങ്ങുന്നു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു. യോയേൽ പ്രവാചകന്റെ വചനങ്ങളിലൂടെയാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. അപ്പം അന്ന് തന്നെ അക്ഷരാഭ്യാസമില്ലാത്ത ആ പാവം മുക്കുവരായിട്ടുള്ള അവർ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കൂടിയിരുന്നവരെല്ലാവരും അവരവരുടെ ഭാഷയിൽ കേൾക്കുന്നു. ശരിക്കും അതാണ് സാർവത്രികമാകുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പം അവരവരുടെ ഭാഷയിൽ കേൾക്കുന്നു. 3000-ഓളം പേര് അപ്പോൾ തന്നെ അനുദപിച്ച് ഈശോയിൽ വിശ്വസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ കണ്ടുപോവാണ്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ സഭയുടെ ചരിത്രത്തെ പറ്റി പഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പ്രാധാന്യപ്പെട്ട ഒരു മേഖല, ഇവരിറങ്ങിയ ഒരു പശ്ചാത്തലം. ഇവർ ഈ സിയോൻ ഊട്ടുശാലയിൽ നിന്നും ഇറങ്ങിയത് എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അന്നത്തെ രാഷ്ട്രീയ, സാംസ്കാരിക, മത പശ്ചാത്തലങ്ങളെപ്പറ്റി നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിലാണ് ഈ ഇറക്കം എങ്ങോട്ടായിരുന്നു, അത് എന്തുമാത്രം ചലഞ്ചസിലേക്കായിരുന്നു, വെല്ലുവിളിയിലേക്കായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അന്നത്തെ ഇത് പറയുവാണെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, സാംസ്കാരിക പശ്ചാത്തലമുണ്ട്, മതപശ്ചാത്തലമുണ്ട്. നമ്മൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം, സ്വർഗ്ഗാരോഹണത്തിന് ശേഷമുള്ള ആ കാലഘട്ടങ്ങളാണ് ഇപ്പം പറയുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയുന്നത് റോമൻ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അപ്പോൾ എന്നാൽ റോമ ഏകദേശം 3/4 ഭാഗത്തുള്ള ഈ വേൾഡിൻ്റെ കവർ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു, സാമ്രാജ്യ ശക്തിയായിരുന്നു. യൂറോപ്പ്, ബ്രിട്ടൻ, ഏഷ്യ മൈനർ, പാലസ്തീൻ, അതുപോലെ തന്നെ ഏതാണ്ട് 3/4 വേൾഡിൻ്റെ അന്ന് ഭരണം റോമ സാമ്രാജ്യത്തിൻ്റെ കയ്യിലായിരുന്നു. പിന്നീട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും സാംസ്കാരിക പശ്ചാത്തലമാണ്. അന്ന് നമ്മുടെ ഗ്രീക്ക് തത്വചിന്തകരായത് അരിസ്റ്റോട്ടൽ, പ്ലാറ്റോ, ഇവരുടെ എല്ലാം തത്വചിന്തകൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ അപ്പോസ്തലന്മാരെല്ലാം കടന്നുപോയത്. ഈശോ വന്ന് ഈ സുവിശേഷം പഠിപ്പിക്കുന്ന ആ ഒരു 3 വർഷക്കാലത്തിനൊക്കെ മുമ്പേ ഇന്നും ലോകം അറിയപ്പെടുന്ന ഈ ഗ്രീക്ക് യവന ചിന്താഗതികളും ഫിലോസഫികളും ലോകത്തിൽ
പടർന്നു പന്തലിച്ചിരുന്നു അല്ലെ. അതായിരുന്നു അന്നത്തെ ഒരു ചിന്താധാര എന്ന് പറയുന്നത് ഈ യവന ഫിലോസഫികളായിരുന്നു അല്ലെ. അന്നത്തെ സയൻസ് എന്ന് പറയുന്നത് അവർ പറഞ്ഞതായിരുന്നു അന്നത്തെ സയൻസ്, അവർ പറഞ്ഞതായിരുന്നു അന്നത്തെ ഫിലോസഫി. അപ്പൊ അത്രയ്ക്കും ശക്തമായിട്ടുള്ള ഒരു ചിന്തകൾ നിലവിൽ നിന്നൊരു കാലത്താണ് സ്നേഹത്തിന്റെ ഒരു പുതിയ സന്ദേശവുമായിട്ട് ഈ പാവ അപ്പോസ്തലന്മാര് ഈ ലോകത്തോട്ട് ഇറങ്ങുന്നത്. നമുക്കറിയാം റോമൻ ഭരണത്തിന് മുന്നേയും ഗ്രീക്ക് ഭരണം കഴിഞ്ഞിട്ടാണ് റോമൻ ഭരണം വരുന്നത്. അപ്പോൾ ഈ സോക്രട്ടീസ് പ്ലാറ്റോയുടെയൊക്കെ ഗ്രീക്ക് ചിന്താഗതികൾ ആ സാംസ്കാരിക പശ്ചാത്തലം ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് നമുക്കറിയാം മതപശ്ചാത്തലം, യഹൂദ മതം ഉണ്ടായിരുന്നു, പല യവന മതങ്ങൾ, റോമൻ മതങ്ങൾ, വിഗ്രഹാരാധന, രാജാരാധന. അപ്പം രാജാവിനെ അവിടെ ദൈവമായിട്ട് കാണുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. അപ്പം നമ്മൾ ഓർക്കണം, രാഷ്ട്രീയ സാംസ്കാരിക മതപശ്ചാത്തലം തീർത്തും വിഭിന്നമായി കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു മതോടെ പൊട്ടിവിടരുന്നത്. നോക്ക്, രാജാവിനെ ബലി അർപ്പിക്കണം അല്ലെങ്കിൽ രാജാവിനെ വണങ്ങുക എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം വളരെ ന്യൂട്രലായിട്ടാണ് ആൾക്കാർക്ക് തല പോകുന്ന കേസില ആൾക്കാർക്ക് വളരെ ന്യൂട്രലായിരിക്കും. ഒന്ന് രാജാവിനെ ഒന്ന് കുമ്പിടേണ്ട കാര്യമുള്ളൂ. പക്ഷെ അതിന് പോലും അന്നത്തെ ആദിമ ക്രൈസ്തവ സമൂഹം തയ്യാറായിരുന്നില്ല. അവർ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം രാജാവിനെ ഒന്ന് വണങ്ങി ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആരാധിക്കുന്നുണ്ട്, വലിയ തെറ്റില്ല. പക്ഷെ അതിന് പോലും ഒരു കോംപ്രമൈസിന് പോലും അന്നത്തെ ആദിമ ക്രൈസ്തവർ തയ്യാറായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ തത്വചിന്തകൾ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഇങ്ങനെയുള്ള തത്വചിന്തകന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അതിൽ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഇവരെന്തുമാത്രം അറിവുള്ള വ്യക്തികളായിരുന്നു എന്ന് ആലോചിക്കുക. നമ്മൾ വെറുതെ ഒന്ന് ചിന്തിക്കുക, ഈ 3 പേര് ഇത്രമാത്രം അറിവുള്ളവർ, സയൻസിലും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും തത്വചിന്തയിലെല്ലാം വളരെ ആഴമുള്ള അറിവുള്ള ഈ 3 പേരുടെ കാലത്താണ് അക്ഷരാഭ്യാസമില്ലാത്ത പാവം മുക്കുവരെ ഇറങ്ങി 3000 പേരെ ഒറ്റ പ്രസംഗം കൊണ്ട് ഈശോയിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പൊ സഭയ്ക്കുള്ള ഒരു ശക്തി, പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭയുടെ ഒരു പവർ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ തന്നെ. കാരണം അത്രയേറെ, കാരണം ഇവരുടെ ഒരു യോഗ്യതയും ഈ അന്നത്തെ കാലത്തെ സാംസ്കാരിക നായകന്മാരുടെ യോഗ്യതയും നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഇവർക്ക് കൊടുത്ത ജ്ഞാനത്തിന്റെ ആഴം. പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ഈ 3000 പേര്. യഹൂദമതത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നില്ല, പല രാജ്യങ്ങളുടെ പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും, ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, നിങ്ങൾ ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും. ഒരു ഓർഡറിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി, ഒരു 1, 2, 3 എന്ന് അതുപോലെ തന്നെയാണ് നടക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ കടന്നു പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കടന്നു വന്ന് നമ്മൾ ശരിക്കും വന്ന് നിൽക്കുന്നത് സഭയുടെ നമുക്കൊരു സഭയുടെ ചരിത്രത്തെ, പിന്നീടുള്ള ചരിത്രത്തെ നമുക്കൊരു 2-3 കാലഘട്ടങ്ങളായിട്ട് തിരിക്കാമെന്ന് തോന്നുന്നല്ലേ. 2-3 കാലഘട്ടങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ 3 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. നമ്മളിപ്പോൾ പെന്തക്കോസ്ത അനുഭവം പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 1:8 ഈശോ ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് ഒരു വലിയൊരു വാഗ്ദാനം ഈശോ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോസ്തലന്മാർക്ക്. അതുപോലെ തന്നെയാണ് അപ്പോസ്തല പ്രവർത്തനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓർഡറിൽ തന്നെയാണ് സഭ വളർന്നു പോകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 1 തൊട്ട് 6-7 അധ്യായങ്ങൾ ജെറുസലേമിലെ സഭ വളരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ 6-8 തൊട്ട് 9-31 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് പലസ്തീനയിൽ സഭ എങ്ങനെ വളരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ 9-32 തൊട്ട് 12-24 അധ്യായങ്ങൾ അന്ത്യോക്യയിലെ സഭ എങ്ങനെ വളരുന്നു എന്ന് കാണുന്നു. അതുപോലെ തന്നെ 12-25 തൊട്ട് 16-5 വരെ ഏഷ്യ മൈനറിൽ എന്ന് പറഞ്ഞാൽ ടർക്കി, മിഡിൽ ഈസ്റ്റ്, ലെബനാൻ, സിറിയ എന്നീ രാജ്യങ്ങളിൽ സഭ വളരുന്നതാണ് നമ്മൾ കാണുന്നത്. 16-6 തൊട്ട് 19-20 വരെ യൂറോപ്പിലെ സഭ, ഗലീഷ്യയിലും എഫെസൂസ് എന്ന ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നത്, അതിൽ ആക്ച്വലി യൂറോപ്പിലെ സഭയെ പറ്റിയിട്ടാണ് പറയുന്നത്. യൂറോപ്പിലെ സഭ വളരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞ ആ വാഗ്ദാനം എങ്ങനെയാണ് ആ ഓർഡർ പോകുന്നത്, അവസാനം അവരുടെ പ്രവർത്തനം അവർ കൊണ്ട് റോമിൽ കൊണ്ടുവന്ന് നിൽക്കുവാണ് ചെയ്യുന്നത്. അന്നത്തെ ഒരു ചിന്താഗതി അനുസരിച്ച് ഭൂമിയുടെ അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാ സാമ്രാജ്യമാണ്. റോമാ സാമ്രാജ്യത്തിൽ അവർ വരുന്നു, അവരുടെ സുവിശേഷം അവിടെ പ്രഘോഷിക്കുന്നു, അവിടെ സഭ സ്ഥാപിതമാകുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അനീഷ് പറഞ്ഞു നിർത്തിയല്ലോ, സോണി ഇപ്പം ഇടയ്ക്ക് പറഞ്ഞ പോലെ, ഈ തിരുസഭയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 കാലഘട്ടമായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. AD 1 തൊട്ട് 7th എൻഡ് ഓഫ് 7th സെഞ്ച്വറി വരെ 1ാം കാലഘട്ടം എന്ന് പറയും. പിന്നെ 8th സെഞ്ച്വറി തൊട്ട് 18th സെഞ്ച്വറി വരെ മധ്യയുഗം എന്ന് പറയും. പിന്നെ
മൂന്നാം കാലഘട്ടമാണ് 18th സെഞ്ച്വറിന് ശേഷം ടിൽ ടുഡേ, ഇന്ന് വരെയുള്ള. അപ്പോൾ ഇങ്ങനെ 3 കാലഘട്ടങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഈ 21 നൂറ്റാണ്ട് നമുക്ക് ഓരോ നൂറ്റാണ്ടായിട്ട് പറയാൻ പറ്റുകയും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാണ് ഈ 3 കാലഘട്ടങ്ങളായിട്ട് നമ്മൾ ഇന്ന് തിരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നാം കാലഘട്ടത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ മതമർദ്ദനങ്ങളുണ്ട്. പിന്നെ നമുക്കറിയാം സഭാപിതാക്കന്മാരെ പറ്റി നമ്മൾ കാണും, സഭയുടെ കോൺട്രിബ്യൂഷൻസ്, ഡിഡാക്കെ, സഭയുടെ ഘടന, ആരാധനാക്രമ കുടുംബങ്ങൾ, സാർവത്രിക സൂനദോഷങ്ങളെ പറ്റി നമ്മളൊന്ന് കാണും. ഒന്നാം കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ റോമിൽ വരെ സുവിശേഷം പറഞ്ഞെത്തിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷവുമായിട്ട് ശ്ലീഹന്മാർ വന്ന ആ ഒരു വഴി നമ്മൾ കണ്ടു. നമ്മളതിൻ്റെ ഒരു മുമ്പോട്ടുള്ള ഇതിന് പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ ശരിക്കും അപ്പോസ്തോലന്മാരുടെ ഒരു വില കൊടുപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം അവർ കൊല്ലപ്പെട്ട രീതികൾ, അവർ പോയ സ്ഥലങ്ങൾ, അവർ നൽകിയ വില, കാരണം കർത്താവിനെ നേരിട്ട് അനുഭവിച്ചവരുടെ ആ ഒരു തീഷ്ണത, മാർത്തോമാ ശ്ലീഹ ഭാരതത്തിലേക്ക് വന്നത് ഉൾപ്പെടെ അല്ലേ, പിന്നെ പല രാജ്യങ്ങളിലേക്ക് പോയത്, അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒന്നാം ഘട്ടത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളിത് പറയുകയാണെങ്കിൽ അനീഷേ, ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈശോയുടെ ആ പീഡാനുഭവ സമയത്ത്, ആ മരണസമയത്ത് പേടിച്ചോടിയ ശിഷ്യന്മാരാണ് ഇന്ന് ലോകത്തിൻ്റെ അതിർത്തി വരെ തൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടുന്നത് അല്ലേ. പത്രോസ് 3 മാസം അവിടെ പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്, മറ്റുള്ളവർ ഓടി ഒളിക്കുന്നുണ്ട്, പേടിച്ചവർ റൂമിനകത്തും മറ്റുമൊക്കെ ഈ ഒളിച്ചിരിക്കുന്നു, റോമൻ എംപയേഴ്സിനെ പേടിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയുള്ളവർ പിന്നീട് ഈ ലോകത്തിൻ്റെ അതിർത്തി വരെ തൻ്റെ നാഥന് വേണ്ടി സുവിശേഷം എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് AD 63-65 കാലഘട്ടങ്ങളിലാണ് പത്രോസ്ലീഹായും പൗലോസ്ലീഹയും ഒക്കെ മരിക്കുന്നത്, നീറോ ചക്രവർത്തിയുടെ കാലത്ത്. അപ്പം പത്രോസിനെ നമുക്കറിയാവുന്ന പോലെ തല കീഴായിട്ടാണ് പത്രോസ് കുരിശുമേ മരിക്കുന്നത്. അപ്പോൾ അവിടെ പത്രോസ് പറയുന്നുണ്ട്, ഈ ഈശോ മരിച്ച ആ യോഗ്യത എനിക്കില്ല, അതേ രീതിയിൽ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്, അത്രയും യോഗ്യത എനിക്ക് കുറവായെന്ന് പറഞ്ഞുകൊണ്ട് തല കീഴായിട്ടാണ്. അപ്പം നാഥൻ അനുഭവിച്ച അതേ വേദന ഞങ്ങളും അനുഭവിക്കണം, ആ നാഥന് വേണ്ടി ഞങ്ങളും ജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓരോ സ്ലീഹന്മാരും അവിടെ രക്തസാക്ഷ്യം വഹിക്കുന്നത്. പറഞ്ഞ പത്രോസ് തലകീഴായിട്ടാണ് പത്രോസ്ലീഹ മരിച്ചത്. പിന്നെ നോക്കുവാണെങ്കിൽ ആന്ത്രയോസിനെയും ഒരു എക്സ് എന്ന പോലത്തെ ഒരു കുരിശില്ലെന്നും പറഞ്ഞ പോലെ അത്രയ്ക്കും ഏറെ പീഡകൾ സഹിച്ചുകൊണ്ടാണ് അവർ ഓരോരുത്തരും മരിച്ചത്. അതെ, യാക്കോബ്സ്ലീഹയുടെയും തല വെട്ടിയാണ് യാക്കോബ്സ്ലീഹ മരിച്ചത്. യാക്കോബ്സ്ലീഹയുടെ മരണത്തിനെ പറ്റിയിട്ട് അപ്പോസ്തല പ്രവർത്തനം 12:2 പറഞ്ഞിട്ടുണ്ട്. യാക്കോബ്സ്ലീഹ ജെറുസലേമിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിലിപ്പോസിനെയും വലിയൊരു കുരിശിൽ കയറ്റി വെച്ച് വളരെയേറെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട്, പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങളിലൂടെയാണ് ഈ ഓരോ അപ്പോസ്തലന്മാരും കടന്നുപോയത്. തൊലി ഉരിച്ചുകൊണ്ട് അവരെ മരണത്തിലോട്ട് വിടുകയായിരുന്നു. പിന്നെ കല്ലുകൾ എറിഞ്ഞുകൊണ്ട്, പിന്നെ അവരുടെ തല വിച്ഛേദിച്ചുകൊണ്ട്. ഓർക്കണം, നേരത്തെ മനോജ് പറഞ്ഞതുപോലെ പേടിച്ചരണ്ടോടിയ ഓരോ ശിഷ്യന്മാരും പിന്നെ ധീരതയോടെ എന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, സ്വന്തം ജീവൻ വരെ കളഞ്ഞുകൊണ്ട് അവർ ആ സുവിശേഷത്തിന് വേണ്ടി പുറപ്പെടുകയാണ് അവർ ചെയ്തത്. അപ്പോൾ നമ്മൾ കണ്ടത് എല്ലാ അപ്പോസ്തലന്മാരും ദാരുണമായിട്ടുള്ള ഒരു അന്ത്യത്തിലൂടെ കടന്നുപോയത്. അതിൽ യോഹന്നാൻ ശ്ലീഹ മാത്രം നമുക്ക് പറയാം അത്രയും ദാരുണമായിട്ടുള്ള ഒരു അന്ത്യത്തിലൂടെ കടന്നു പോയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യോഹന്നാൻ ശ്ലീഹയെ പോലെ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ യോഹന്നാൻ ശ്ലീഹയെ തിളച്ച എണ്ണയിലിട്ടു, മരിക്കാൻ വേണ്ടിയിട്ട്, കൊല്ലുവാൻ വേണ്ടിയിട്ടിട്ടു. പക്ഷേ യോഹന്നാൻ ശ്ലീഹ അവിടെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയാണ് ചെയ്തത്. അപ്പം എല്ലാ അപ്പോസ്തലന്മാരും, ഓരോ ശിഷ്യരും, അപ്പോസ്തലന്മാർ പിന്തുടർന്ന ശിഷ്യന്മാർ വരെ സ്വന്തം ജീവൻ ഈശോയ്ക്ക് വേണ്ടി ബലി കൊടുത്തുകൊണ്ടാണ് ഈ സഭയെ പടുത്തുയർത്തിയത്. നമ്മൾക്കറിയാം ശിഷ്യന്മാരുടെ പീഡകൾ സഹിച്ചുകൊണ്ടുള്ള മരണവും അവരുടെ വില കൊടുത്തുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണവും വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട്, നമ്മളൊരു ഭൂമിയുടെ മാപ്പെടുത്ത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പെന്തക്കുസ്ത മുതൽ ഇവരൊക്കെ കൊല്ലപ്പെടുന്ന കാലം എന്ന് പറയുന്നത് 100 കണക്കിന് വർഷങ്ങളൊന്നുമില്ല, വളരെ വിരലുണ്ടാവുന്ന വർഷങ്ങൾ കൊണ്ട് ഇത്രയേറെ രാജ്യങ്ങളിലേക്ക് ഇവർ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. പൗലോസ്ലീഹായും മറ്റെവിടെയെല്ലാം എത്തി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, തീഷ്ണതയുടെ ഒരു ആഴം എന്തുമാത്രമായിരുന്നു എന്നുള്ളത്. തുടർന്ന് സ്ലീഹന്മാർക്ക് ശേഷമുള്ള വരുന്ന ആദിമ ക്രൈസ്തവ സമൂഹവും ഇതേ തീഷ്ണതയിൽ തന്നെയാണ് ജീവിക്കുന്നതും വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. സഭയുടെ വളർച്ചയുടെ ഒന്നാം ഘട്ടം മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും. അപ്പോൾ നമുക്ക്
ഇനിയൊരവസരത്തിൽ അത് കാണാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ